എന്തായി അവിടുത്തെ അവസ്ഥ? അല്ല, അത് ഞങ്ങളിത് തുടങ്ങിയതേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാൻ സാധിക്കും, പണ്ട് സൈക്കിൾ കൊട്ട വെച്ച പോലെയാണ്. ഒരു കൊട്ട വെച്ചിട്ടുണ്ട്, ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്, ഒരു തല വെച്ചിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞാൽ നല്ല ശബ്ദമേ ഉള്ളൂ. വെള്ളം വേണം. കുടിവെള്ള പ്രശ്നം പഞ്ചായത്തുകളിൽ ചെറിയ വിഷയമല്ല. അത് കമ്മ്യൂണിസ്റ്റുകാരന്റെ വിഷയമല്ല, കോൺഗ്രസ്സുകാരന്റെ എന്നല്ല, BJP എന്നല്ല, അത് വലിയ വിഷയം തന്നെയാണ്. സമ്മതിച്ചിരിക്കുന്നു. അതിദാരിദ്ര്യത്തിന്റെ കാര്യം ഏറ്റവും കൂടുതൽ സീറോ ആക്കി എന്നല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 26-ാം ഡിവിഷൻ ഞാൻ കൃത്യമായിട്ട് പറയാമല്ലോ. 26-ാം വാർഡ് ഇവരുടെ പഴയ ക്രിസ്ത്യാനി ആയിട്ടുണ്ട്. വർഗീസ് കണ്ടംകുളത്തി വർഗീസായിട്ടുള്ള സ്ഥലത്താണ്. അവിടെ ഒരു ഉന്നതിയുണ്ട്, ആ മോഡേൺ ഉന്നതിയാണ്. അവിടുത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ കയറിക്കിടക്കാൻ കോല പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കെ അതിദാരിദ്ര്യരില്ലാത്ത കേരളമായി ഇവരെ പ്രഖ്യാപിച്ചു എന്നുള്ളതുമാണ്. ഇതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാനേ പൊതുജനങ്ങൾ കഴുതയൊന്നുമല്ല. പിന്നല്ലാതെ ഇവിടെ എത്രയോ കഴുതകളെ ഇവര് ജയിപ്പിച്ച് മന്ത്രിമാരാക്കിയിരിക്കുന്നു. ഞാൻ കൃത്യം ഗേലോ ഇന്ത്യ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് 13.5 കോടി രൂപ ഇവിടുത്തെ പാലസ് ഗ്രൗണ്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് കോർപ്പറേഷൻ അതിന് ഭരണാനുമതി കൊടുത്തില്ല. പകരം ഇവർ ഇപ്പോൾ FCയുമായി ബന്ധപ്പെട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭരിക്കുന്നവന്റെ ഉത്തരവാദിത്തമാണ് ഭരിക്കപ്പെടുന്നവനെ കൃത്യമായി അവന്റെ അവകാശങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക. ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട ഒന്നാം പാർട്ടി അവരും പരാജയപ്പെട്ട രണ്ടാം പാർട്ടി അവരായി നിൽക്കുമ്പോൾ അത് മാറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ആ വാദത്തിൽ പരിപൂർണമായിട്ട് അവകാശികളായിട്ടുള്ള വോട്ടർമാർ അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ അല്ലടാ. കണ്ടോ ഉല്ലാസ് ബാബു ഇതൊക്കെ പറഞ്ഞു, കേന്ദ്രം ഭരിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇവിടെ നിന്ന് മാറ്റി UP സ്ഥാപിച്ചതിന് എന്താണെന്ന് മനസ്സിലായില്ല. ഇതൊരു നടത്തു പോണ മാതിരില്ല. അതുപോലെ ഇവിടുത്തെ കിഫ്ബി നിൽക്കുന്ന ഫണ്ട് അത് ഇവരെ ഈ കേന്ദ്ര വികസനത്തിലേക്ക് ഉൾക്കൊള്ളിച്ചു. ആലോചിച്ചോക്കണം. കേരളത്തിന്റെ ഇവരാണ് കേരളത്തിലെ വികസനം പറഞ്ഞത്. ആലോചിച്ച് നോക്ക്. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങും ഞാനും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടായിരുന്നു സാർ, 100% ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടായിരുന്നു സാർ. റെയിൽവേ വികസനത്തിനകത്ത് കേരളത്തിനോട് എന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്തോടും ചിറ്റമ്മ നയം കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. 2, നിങ്ങളുടെ വികസനം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ, മറ്റ് ട്രെയിനുകൾ, കോച്ചുകൾ കൃത്യമായി തന്നെ തന്ന് ഈ കേരളത്തിനോട് നീതി പുലർത്തിയിട്ടുള്ള കാര്യത്തെ എന്തുകൊണ്ടാണ് സാർ രാഷ്ട്രീയത്തിന്റെ പേരിൽ അംഗീകരിക്കാത്തത്? വലിയ ആന കാര്യല്ലേ. എന്താണ് സാർ അങ്ങ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ അതിനെ ബഹുമാനിക്കുന്നില്ലേ സാർ? അങ്ങ് 100% ഇലക്ട്രിഫൈഡ് ചെയ്തത് 100% ഇലക്ട്രിഫൈഡ് ചെയ്തത് അംഗീകരിക്കുന്നുണ്ടോ? ഇതാണ് വിക്കും വിവരക്കേട് ഒന്നിച്ചു വന്നുള്ള കുഴപ്പം. കഴുത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി എന്തെങ്കിലും പറഞ്ഞ തന്റെ മണ്ടയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. ചായയും കുടിച്ച് താടിയും തടവി വെറുതെ അഭിപ്രായം പറയുമോ? ചോദിച്ചോട്ടെ സാർ, ജലജീവൻ പദ്ധതി ആയിക്കോട്ടെ. കർഷകരുടെ പ്രശ്നം സാർ, 3 മാസവും 4 മാസവും ക്ഷേമ പെൻഷൻ മുടക്കി വെച്ച എന്ത് അടിസ്ഥാനത്തിലാണ് സാർ? ഇന്നത്തെ വിശപ്പ് നാളെ ഊണ് കഴിച്ചാൽ മാറുമോ? നിങ്ങൾ ഇയാളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ജില്ലയിലെ ഇയാള് ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തു, വികലാംഗ ക്ഷേമ പെൻഷൻ കൊടുത്തോ, കെട്ടിട തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുത്തോ, തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുത്തോ? അന്നം, വെള്ളം, വെളിച്ചം, ആരോഗ്യം, വിദ്യാഭ്യാസം ഇത്യാദി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് ബോധ്യമില്ല സാർ? ബോധം ഇല്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാ ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അങ്ങനെ വേണം. ഇപ്പൊ നിനക്ക് മനസ്സിലായ വിജയ, ഞങ്ങൾ നിന്നെ നിർബന്ധിച്ചെന്റെ പൊരുള്.